ഇടുക്കി ഡാം തുറന്നതോടെ പെരിയാറിന്റെ തീരം കനത്ത ജാഗ്രതയിലാണ്. വിവിധ സൈനിക വിഭാഗങ്ങൾ തീരത്ത് നിരീക്ഷണം നടത്തുകയാണ്. ഹെലികോപ്റ്ററിലും ബോട്ടുകളിലുമായാണ് നിരീക്ഷണം നടത്തുന്നത്. വിശദാംശങ്ങളുമായി എബി തോമസ് ഉണ്ട്. എബി, നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു. ഒപ്പം വെള്ളത്തിൽ ബോട്ടുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിപ്പോഴും തുടരുകയാണോ? അവരെന്താണ് നമുക്ക് നൽകുന്ന വിശദീകരണം? നിയാസ, നിരീക്ഷണ പറക്കലും ഒപ്പം തന്നെ നിരീക്ഷണങ്ങളെല്ലാം തന്നെ നിർത്തിയിട്ടുണ്ട്. ഇന്നലെയും ഇത്തരത്തിൽ തന്നെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ നിരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇന്നും അത്തരത്തിലുള്ളൊരു നിരീക്ഷണത്തിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ പോയിട്ടുള്ളത്. ഇപ്പോൾ പെരിയാറിൽ ഏതാണ്ട് ജലനിരപ്പ് ഇന്നലത്തേതിനേക്കാളും ഒരു താഴ്ന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നിറഞ്ഞൊഴുകിയിരുന്ന, ഇപ്പോഴും പെരിയാർ നിറഞ്ഞൊഴുകുകയാണ്. എന്നാൽ പോലും ഇന്നലെ അമ്പലത്തിന്റെ മേൽക്കൂരയോളം തന്നെ ഉണ്ടായിരുന്നു ജലനിരപ്പ്. എന്നാൽ ഇന്നത് ലേശം താഴ്ന്നിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഇടുക്കിയിൽ നിന്നും തുറന്നു വിടുന്ന വെള്ളം എത്തുമ്പോൾ മാത്രമാണ് ഇനിയിപ്പോൾ ഇതിന്റെ ഒരു സ്ഥിതി എങ്ങനെയാവുമെന്നുള്ളത് ഉയരാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കാക്കുന്നുണ്ട്. 1 മീറ്ററെങ്കിലും ഇനി നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ആ ഒരു അവസ്ഥയെയും കൃത്യമായ രീതിയിൽ കണക്കാക്കി കൊണ്ട് തന്നെയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ ദുരന്ത നിവാരണ സേനയടക്കമുള്ള സേനകൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ആളുകളെ എല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് 68ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നു. അവിടങ്ങളിലെല്ലാമായി 9500ഓളം വരുന്ന ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ജില്ലാ ഭരണകൂടം നിർവഹിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാതെ ഇതുവരെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിയാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് സെക്കൻഡിൽ 6 ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ ഇങ്ങോട്ട് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം വരുന്ന ഒരു സമയത്തോടുകൂടി, ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ 5 ഷട്ടറുകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വെള്ളം ഇവിടെ എത്തണമെങ്കിൽ തന്നെ വൈകുന്നേരത്തോട് 6 മണി 6:30 സമയത്തോടുകൂടി ഇവിടെ എത്തുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ്. ആ സമയത്ത് ഒരുപക്ഷെ വെള്ളം ഉയർന്നേക്കാം.